ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിനിക്സ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒന്നല്ല രണ്ടല്ല 3 ഐറ്റംസ് ഒന്നിച്ച് ഒറ്റ രീതിയിൽ ഒറ്റ ഒരു സാധനമായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ്. യൂസുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് റോസ് വാട്ടറിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടുന്ന റോസ് വാട്ടറിൻ്റെ ബോട്ടിലുണ്ടല്ലോ, ആ സംഭവമാണ് ഇത്. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമൊക്കെ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു കളയല്ലേ. അപ്പോൾ ഇത് ഞാൻ റോസ് വാട്ടറിൻ്റെ ബോട്ടിലിൽ ഈ ഒരു മുകളിലോട്ടുള്ള ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത് നമുക്ക് യൂസ് ഉള്ള സംഭവം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തന്നെയല്ല ഒരു ഐറ്റം മാത്രമല്ല നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത്, കുറേ ആർട്ടുകൾ ഒന്നിച്ചു കൂടിയ ഒരു വലിയ ഐറ്റം, ആ രീതിയിലാണ്. അപ്പോൾ ആദ്യം ഞാൻ റോസ് വാട്ടറിൻ്റെ ബോട്ടിലിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പുറത്തായിട്ട് ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പുറത്തായിട്ട് വീണ്ടും ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്, ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും മൗൾഡിറ്റുമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ മൗൾഡിറ്റിൻ്റെ അവിടെ ക്ലേ വെച്ചിട്ട് നമ്മളിന്ന് ചാർലി ചാപ്ലിനെയാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ചാർലി ചാപ്ലിൻ്റെ ഒരു 3D ഫോം ഉണ്ടല്ലോ, ആ രീതിയിലാണ് കറക്റ്റായിട്ട് ആ സ്കെൽട്ടൺ ആ രൂപമല്ല ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ അല്ലാതെ ഒരു 3D രൂപം പോലെയാണ് റെഡിയാക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ടിഷ്യൂ പേപ്പർ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ കാലിൻ്റെ ഏരിയയൊക്കെയാണ് റെഡിയാക്കുന്നത്. കാലിൻ്റെയൊക്കെ ഞാൻ എപ്പോഴും കാലിൻ്റെ ഏരിയ ആദ്യം വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ അളവനുസരിച്ചാണല്ലോ മുകളിലോട്ട് പോകുന്നിടവും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്, അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ കാല് ചെറുതാക്കി വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പം എനിക്ക് ആദ്യമേ കാലിൽ നിന്ന് അടി തൊട്ട് മുടി വരെ എന്ന് പറയുന്ന പോലെ ആ താഴെ നിന്ന് മുകളിലോട്ടുള്ള ഏരിയയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ അടുത്തതാണ് കോട്ട്, ഉള്ളിലുള്ള ഷർട്ട്, ടൈ, ആ ഏരിയയ്ക്ക് വേണ്ടി അവിടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഇടയിലായിട്ട് ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എങ്ങാനും ഒന്ന് വിട്ടുപോയാൽ നമുക്ക് വെറുതെ ആവും കഷ്ടപ്പെട്ടത്, അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് വേണ്ടതായ വെട്ടുകളൊക്കെ ഇടുന്നുണ്ട്, അതായത് ചുളിവുകൾ. ചാർലി ചാപ്ലിൻ്റെ ഡ്രസ്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലോണം അറിയാൻ പറ്റും. പുള്ളിയുടെ ഫുള്ള് ഡ്രസ്സുകളും ലൂസായിട്ടുള്ളതായിരിക്കും, ഏറ്റവും വലിപ്പത്തിലുള്ള ആ മോഡലിലായിരിക്കും എല്ലാ ഡ്രസ്സും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ചുളിവുകളുണ്ട്. കോട്ട് പോലെ ഇട്ടേക്കുന്നത് മാത്രമേ ഉള്ളൂ ടൈറ്റായിട്ട്, അവിടെ ആ ബട്ടൺസ് കുത്തിയിരിക്കുന്നിടം മാത്രമേ ഉള്ളൂ ഒന്ന് ടൈറ്റായിട്ട് വലിച്ചു കുത്തിയേക്കുന്നത്, കഷ്ടപ്പെട്ട് കുത്തിയിരിക്കുന്നത്. പിന്നെ ഇതിൽ കൈയാണ് റെഡിയാക്കുന്നത്. കൈ റെഡിയാക്കുമ്പോൾ കൈയുടെ ഒരു കൈ പോക്കറ്റിലാണ് ഇരിക്കുന്നത്, മറ്റേ കൈയിലാണ് കക്ഷിയുടെ ഒരു കമ്പ് പിടിച്ചിരിക്കുന്നത്, വടി പിടിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം പോക്കറ്റിലോട്ടുള്ള കൈയുടെ ഒന്ന് വലുതായിട്ട് ക്ലിയറായിട്ടൊന്നും കാണുന്നില്ലായിരുന്നു. പിക്കിലാണെങ്കിലും പോക്കറ്റിനകത്ത് കൈ ഇരിക്കുവാണ്ട് കുറച്ച് ഭാഗമേ കാണുന്നുള്ളൂ. മറ്റേത് തള്ളവിരൽ മാത്രം ആ കമ്പ് പിടിച്ചേക്കുന്നതുകൊണ്ട് പുറത്തോട്ട് കാണാമായിരുന്നു. അപ്പോൾ അത്തരത്തിലൊന്ന് റെഡിയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മൗൾഡിറ്റ് വെച്ചിട്ട് ഒരു കമ്പ് റെഡിയാക്കുമ്പോൾ അത് സ്ട്രോങ് ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും സ്ട്രോങ് അല്ല. ഇതിന് ശേഷം നമ്മൾ വേറൊരു പണി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ മൗൾഡിറ്റ് വെച്ച് തന്നെ ഞാൻ ചെയ്തത്. പിന്നെ തലയുടെ ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. മൂക്ക് മാത്രമേ ഞാൻ എക്സ്ട്രാ വെച്ചിട്ടുള്ളൂ, ബാക്കി ഒന്നും തന്നെ നമ്മൾ വെച്ചിട്ടില്ല. കാരണം നമ്മളിവിടെ കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുക്കാൻ പോകുന്നില്ല. പിന്നെ കുറേ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഫിലിമിൻ്റെ ആ റോളും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫിലിംസിൻ്റെയൊക്കെ റെഡിയാക്കി എടുക്കുന്നു. അതിനി ഒന്ന് ഉണക്കിയെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ. ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കിനി പെയിൻറ്റ് ചെയ്യാം. ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണല്ലോ ചാർലി ചാപ്ലിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഫിലിംസ് എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മൾ റെഡിയാക്കാൻ പോകുന്ന ഐറ്റവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, പക്ഷേ കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും. അപ്പോൾ ആദ്യമേ ഞാൻ തൊപ്പി, കോട്ട്, ടൈ, പാൻറ്റ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കുന്നു. വടിയുടെ അതും കൂടെ ബ്ലാക്ക് അടിച്ച് കൊടുക്കുന്നു. പിന്നെ ഞാൻ മുഖത്ത് മീശ മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നത്. കണ്ണിൻ്റെ ഏരിയയിലോട്ട് ഒന്നും തന്നെ ബാക്കിയൊന്നും നമ്മളിങ്ങനെ ചെയ്യുന്നില്ല. നമുക്കിത് കണ്ടാലറിയാം ചാർലി ചാപ്ലിൻ ആണെന്നുള്ളത്, അത് ആ ലുക്കിൽ തന്നെ ഉണ്ടല്ലോ എല്ലാം. അപ്പോൾ അതിന് ശേഷം ഫിലിംസിൻ്റെ ഇതൊക്കെ നമ്മൾ
ഒന്ന് ചെറുതായിട്ടൊന്ന് വൈറ്റ് ബ്ലാക്ക് ഒന്ന് കോമ്പിനേഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തു. ആ ബോട്ടിലായിട്ട് ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്, അതിന് പുറമേ ആയിട്ട് ഗോൾഡൻ കോട്ടിങ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഉറച്ച് നിൽക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. എംസിയിലാണ്. എംസിയിൽ ഇതുകൊണ്ടാണ് ഞാൻ വടി പറഞ്ഞത്, വടിയുടെ കാര്യം പറഞ്ഞത്. വടി വെറും പൈപ്പിങ്ങായിട്ട് കൊടുക്കുമ്പോൾ സ്ട്രോങ് അല്ല, പക്ഷേ ഈ എംസിയിലൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുമ്പം നമുക്കത് സ്ട്രോങ് ആയിട്ട് നേരെ നിൽക്കും. കണ്ട അങ്ങനെ നിൽക്കും. പിന്നെ അടുത്തത്, നമ്മൾ ഈ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റോറേജ് പോലെയാണല്ലോ റെഡിയാക്കിയിരുന്നത്. അപ്പോൾ ആ സ്റ്റോറേജിലേക്ക് വെക്കാൻ വേണ്ടി കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ റെഡിയാക്കുവാണ്. ഇതിന് പകരം നമുക്ക് പെന്നാണ്, പെൻസിൽ അങ്ങനത്തെ സംഭവങ്ങളും സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം. മറ്റേത് ഫ്ലവർ വൈസ് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 തരത്തിലുള്ള ഫ്ലവേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ തരത്തിലുള്ളത് ഇതാണ്. റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് പെറ്റൽസ് ഇങ്ങനെ ആ ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഇത്തരത്തിൽ ഒന്ന് വളച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വളച്ച് കൊടുക്കുക. എന്നിട്ട് നടുവിലായിട്ട് കുറച്ച് പശ പുരട്ടുക. എന്നിട്ട് രണ്ടും തമ്മിൽ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നടുക്കൂന്നൊരു ക്രാഫ്റ്റിംഗ് കമ്പി കയറ്റി പുറത്തേക്ക് ഇറക്കി അതൊന്ന് കട്ടിയാക്കിയിട്ടിട്ട് ഞാൻ എയർ ഡ്രൈ ക്ലേ ഇത്തരത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കറക്കിയെടുക്കുന്നു. അത് എന്നിട്ട് നടുവിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ ആ ഓറഞ്ച് വൈറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഈ കളറ് എടുത്തത്. നല്ല ഭംഗിയാണ് ഈ ഓറഞ്ച് വൈറ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ. അടുത്തൊരു ഫ്ലവർ എന്ന് പറഞ്ഞാൽ 2 തരം ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അടുത്തൊരു ഫ്ലവർ പെറ്റൽസ് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നു, അറ്റങ്ങൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. പിന്നെ ഇങ്ങനെ ഒന്ന് പൈപ്പ് പോലെ ആക്കിയിട്ട് അപ്പുറത്തിന് ഒന്നിൻ്റെ പുറമേ ആയിട്ട് അടുത്തത് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ആ ക്രാഫ്റ്റിംഗ് കമ്പിയിലൊന്ന് ചുരുട്ടി നല്ലോണം ഒന്ന് നൂല് വെച്ചോ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്തിട്ട് പെറ്റൽസൊക്കെ വിടർത്തുമ്പം അടുത്ത ഫ്ലവറും റെഡിയാവും. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് പൂമ്പൊടി ഇരിക്കുന്ന പോലെ കാണിക്കാൻ വേണ്ടി ഞാൻ യെല്ലോ കളറിലെ കളർ പേപ്പർ യൂസ് ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എങ്ങനെയുണ്ട് ഐറ്റം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ സൂപ്പറല്ലേ, എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ, ചാർലി ചാപ്ലിനും ഒക്കെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നിടം വരെ ടാറ്റാ.